ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിലെ ജേർണലിസം മൈനർ കോഴ്സായിട്ടുള്ള ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഡെഫിനിഷൻ എന്നുള്ളതാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്? നമുക്ക് സിമ്പിളായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുക, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഇമോഷൻസ് അത് മറ്റൊരാളിലേക്ക് പകർന്നു നൽകുക, മറ്റൊരാളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് മീനിങ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ത്രൂ സിംബൽസ്, സൈൻസ് ഓർ ബിഹേവിയർ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ഒരു ഇൻഡിവിജ്വലിനോട്, ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആശയവിനിമയം നടത്തുന്നു. അതിൽ നിങ്ങൾ സിംബൽസ് ഉപയോഗിക്കാം, സൈനുകൾ ഉപയോഗിക്കാം, ബിഹേവിയറലായിരിക്കാം. നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്, നിങ്ങൾ ഏതൊക്കെ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ കൈകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തോട്ട്, ഒരു ഇൻഫർമേഷൻസ് അത് മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്, അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് വരുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കെയർ എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് ടു ഷെയർ എന്നുള്ളതാണ്. ഈ ടു ഷെയർ എന്ന് പറയുന്ന മീനിങ് വരുന്ന കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഒറിജിൻ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് 1949 ക്ലോഡ് ഷാനനും വാറൻ വീവറും കൂടി ചേർന്നിട്ടാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡെഫിനിഷൻ, മറ്റൊരു ഡെഫിനിഷൻ നൽകുന്നത്. അത് ആൾ ദ പ്രൊസീജിയേഴ്സ് ബൈ വിച്ച് വൺ മൈൻഡ് ക്യാൻ അഫക്റ്റ് അനദർ എന്നുള്ളതാണ്. അതായത് ഒരാളുടെ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സിനെയും നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കാം. അതായത് നിങ്ങൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിനെ, അയാളുടെ മൈൻഡിനെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ത്രാണി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് ഷാനൻ ആൻഡ് വീവർ മോഡലിൽ 1949 പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, സോഷ്യൽ ലൈഫിലായിക്കോട്ടെ, ഈ ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഐഡിയാസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻസ് കിട്ടണം, നിങ്ങളുടെ ഇമോഷൻസ് അങ്ങോട്ട് ഷെയർ ചെയ്യപ്പെടണം. ഈ കാര്യങ്ങൾക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴേ ഒരു ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കും. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ആളും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. ഇനി കീ റീസൺസ് വൈ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന്, നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഒരാളുമായിട്ട് ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് താല്പര്യം ഉണ്ടായിരിക്കില്ല. പകരം നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു, അയാളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കാൻ സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തത് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രോബ്ലം സോൾവിങ്. നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ അതിനൊരു സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ കണ്ടെത്താൻ ഒരു നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കും. അടുത്തത് എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. എന്താണ് എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. അതിനെയാണ് എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് എന്നുള്ളത്. അതായത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി
ഉണ്ടാക്കിയെടുക്കുന്നതിന്, ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നതിന് കമ്മ്യൂണിക്കേഷൻസ് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത്. അടുത്തത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സെൻഡർ എന്നുള്ളതാണ്. അതെന്താണ്? ദ ഒറിജിനേറ്റർ ഓഫ് ദ മെസ്സേജ്. അതായത് നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുകയാണ് എന്ന് കരുതുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളാണ് അവിടെ സെൻഡർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിൽ നിന്നാണ് മെസ്സേജ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാണ് സെൻഡർ എന്ന് പറയുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങളുടെ ഐഡിയ എന്താണ്, നിങ്ങളുടെ തോട്ട് എന്താണ്, നിങ്ങൾ എന്താണ് പറയുന്നത്, അതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അടുത്തത് മീഡിയം ഓർ ചാനൽ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മേ ബി നിങ്ങളൊരു മീഡിയയിലൂടെ, ഒരു വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ ആയിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ലെറ്ററിലൂടെ ആയിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്പീച്ചിലൂടെ ആയിരിക്കും സംസാരിക്കുക. നിങ്ങൾ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് മീഡിയം ഓർ ചാനൽ എന്ന് പറയുന്നത്. അടുത്തത് റിസീവർ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സുഹൃത്ത്. നിങ്ങളുടെ സുഹൃത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം സുഹൃത്ത് കേൾക്കുന്നു. ആ ഡെസ്റ്റിനേഷനാണ്, നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് റിസീവർ എന്ന് പറയുന്നത്. അടുത്തത് ഫീഡ്ബാക്ക്. നിങ്ങൾ പറയുന്നൊരു കാര്യം നിങ്ങളുടെ സുഹൃത്ത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആ സുഹൃത്ത് പറയുന്ന ഫീഡ്ബാക്ക്, പറയുന്ന മറുപടിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട്, റിസീവർ മനസ്സിലാക്കിയിട്ട് തിരിച്ചു പറയുന്ന മറുപടിയാണ് എന്ത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അടുത്തത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള. ഒരു കല്യാണത്തിനുള്ള ഒരു മാരേജ് ഫംഗ്ഷനിലാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ എൻവിറോൺമെൻറ്റൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെയാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നോയ്സ് എന്നുള്ളതാണ്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളതാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ സിഗ്നലുകൾ കട്ടായി പോകുന്നു, റേഞ്ചുകൾ ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോയ്സുകൾ വന്നിട്ട്, ശബ്ദങ്ങൾ വന്നിട്ട് അത് ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാവുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നോയ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ, മെസ്സേജ്, മീഡിയം ഓർ ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്, കോണ്ടെക്സ്റ്റ് ആൻഡ് നോയ്സ് എന്നുള്ളതാണ്. അടുത്തത് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 Cകളുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒന്നാമത്തെ കംപ്ലീറ്റ്നെസ് എന്നുള്ളതാണ്. മുഴുവനായിരിക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിരിക്കുക. അതായത് നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. അതായത് ഒരു രീതിയിലും അത് മുഴുവനാക്കാതെ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ക്ലോസ് ആക്കാൻ പാടില്ല. ആ മുഴുവനാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ തടസ്സപ്പെടും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ്നെസ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. മാത്രമല്ല നിങ്ങൾ ആ റിസീവർക്ക്, നിങ്ങൾ സെൻഡറാണ് എന്നുണ്ടെങ്കിൽ റിസീവറിലോട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ റിസീവർക്ക് മേ ബി ഫീഡ്ബാക്കായിട്ട് ചില ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഡൗട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആവണം. മുഴുവനായിട്ടും പറഞ്ഞു മനസ്സിലാക്കണം എന്നുള്ളതാണ് കംപ്ലീറ്റ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് കറക്റ്റ്നെസ് എന്നുള്ളതാണ്. ശരിയായിരിക്കുക എന്നുള്ളത്. അതായത് വസ്തുതാപരമായിട്ടുള്ള, സത്യസന്ധമാരായിട്ടുള്ള അല്ലെങ്കിൽ ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് കറക്റ്റ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരിയായതുകൊണ്ട്, ശരികളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് കറക്റ്റ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കൺസൈസ്നെസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഫായിരിക്കണം. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വലിച്ചു നീട്ടാതെ, അതായത് കൂടുതൽ എലാബറേറ്റ് ചെയ്യാതെ ഏറ്റവും ഷോർട്ടായിട്ട് എന്താണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതാണ് കൺസൈസ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിൻ്റാണ് കേർട്ടസി എന്ന് പറയും. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊളൈറ്റ് ആയിരിക്കണം, റെസ്പെക്റ്റീവ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്ന സമയത്ത് പരസ്പര ബഹുമാനങ്ങൾ നൽകണം എന്നുള്ളതാണ്. ആ ബഹുമാനങ്ങൾ നൽകി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലീസ്, താങ്ക് യു എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കുമല്ലോ. അത്തരത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്.
അടുത്തത് ക്ലാരിറ്റി എന്നുള്ളതാണ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്ക് നിങ്ങൾ പറയുന്നൊരു കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിളായിരിക്കണം എന്നുള്ളതാണ്. ക്ലാരിറ്റി വരുത്തണം എല്ലാ കാര്യങ്ങളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടായിരിക്കണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ജാർഗൻസുകൾ ഒഴിവാക്കണം. അതായത് ഒരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള വേർഡുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഒഴിവാക്കിക്കൊണ്ട് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കൺസിഡറേഷൻ എന്നുള്ളതാണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ റിസീവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. അത് നിർബന്ധമാണ്. കാരണം എന്നിരുന്നാലേ ഒരു കമ്മ്യൂണിക്കേഷൻ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ളൂ. ഏഴാമത്തെ പോയിൻ്റാണ് കോൺക്രീറ്റ്നെസ് എന്ന് പറയും. കോൺക്രീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ഫാക്റ്റുകളെക്കുറിച്ചും സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം, സംസാരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ എവിഡൻസുകളും എക്സാമ്പിളും വെച്ചുകൊണ്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കണം. നിങ്ങളൊരു സയൻസ് പരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു, ആ റിസർച്ച് ടോപ്പിക്ക് ഏത് വർഷമാണ് വന്നത്, അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും വെച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. അതായത് ഒരു അടിത്തറ വേണം എന്നുള്ളത്, കൃത്യമായിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കണ്ടൻറ്റിനെ കുറിച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്. അത് കുറച്ചും കൂടി റിസീവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്, അതായത് മനസ്സിലാക്കുന്നതിന് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും, കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.